ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഏറുമാടമാണ്. ഇരിട്ടിയിലുള്ള പുഴയോരത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏറുമാടം. ഈ ഏറുമാടത്തിൽ 5 പേരിലധികം കയറാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. അതിസുന്ദരമാണ്. ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഈ ഏറുമാടത്തിൽ 5 പേർക്ക് മാത്രമേ ഒരേ സമയം കയറാൻ സാധിക്കൂ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിസുന്ദരമാണ് ഈ കാര്യങ്ങൾ. ഇരിട്ടിക്കടുത്തുള്ള വള്ളിയാട് എന്ന പ്രശാന്ത സുന്ദരമായൊരു പ്രദേശത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇരിട്ടി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ഉള്ളിലേക്കുള്ള പുഴയോട് ചേർന്നുള്ള സുന്ദരമായൊരു പ്രദേശമാണ്. നഗരവനം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെയുള്ള വശ്യസുന്ദരമായൊരു ഏറുമാടമാണിത്. ഇരിട്ടിയുടെ ചൂടിൽ നിന്നും തണുപ്പിലേക്ക് അഭയം തേടി നിരവധി സഞ്ചാരികളും നാട്ടുകാരുമൊക്കെ ഈ പ്രദേശത്ത് വരാറുണ്ട്. ഇതിനെക്കുറിച്ച് പുറത്തുള്ള സഞ്ചാരികൾക്കും മറ്റും അറിവില്ലാത്തതുകൊണ്ടാവാം മറ്റുള്ളവരാൽ ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. ഇതിന് തൊട്ട് മറുപുറത്താണ് പെരുവമ്പറമ്പ് ഇക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും ഏറുമാടത്തിൽ കളിക്കാനും കസേരകളിലിരുന്ന് സല്ലപിക്കാനുമൊക്കെ നിരവധി സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. വനനിബിഡമായ പ്രദേശമുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ശീതളഛായയിലിരുന്ന് സംസാരിക്കാനും മറ്റും നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഗൈസ്, നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത് ഇരിട്ടിയിലെ വളർന്നു വരുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അനൂപ് ദേവഗിരി. ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും, ആകാശവാണിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മാതൃഭൂമി, ആഴ്ചപ്പതിപ്പ് പോലെയുള്ള മാഗസീൻസിലും അദ്ദേഹം എഴുതാറുണ്ട്. അദ്ദേഹം ഇരിട്ടി പ്രഗതി കോളേജിൽ അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹമാണ് ഈ നഗരവനം എന്നുള്ള പ്രോജക്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രയൊന്നും വിചാരിച്ചില്ല. പോയി നോക്കിയപ്പോഴാണ് അതിമനോഹരമാണ് ആ പ്രദേശം, അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്. ഇവിടെ ലയൺസ് ക്ലബ്ബുമൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പം വികസിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള പുഴയാണ് അതിനേക്കാൾ മനോഹരമായത്. നമ്മൾ കേരളത്തിലെ പല ആളുകളും മറ്റ് തേക്കടിയും പൊന്മുടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിദൂര സ്ഥലങ്ങളിലേക്കാണ് ടൂറ് പോകാറ്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ഇരിട്ടിയിലെ പല പ്രദേശങ്ങളെക്കുറിച്ചും നമ്മൾക്ക് വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ്. അത് കാര്യമായിട്ട് നാട്ടുകാർക്ക് അറിയില്ല, അതാണ് കാര്യം. അതുകൊണ്ട് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ടൂറിസം മാപ്പിൽ ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഒരു ടൂറിസം ഹബ്ബായിട്ട് മാറ്റാൻ ശ്രമിക്കുകയും വേണം. കാരണം ഇരിട്ടി അതിരസകരമാണ്, സുന്ദരമാണ്, നല്ല കാലാവസ്ഥയാണ്. പുഴയും കുന്നും ഒക്കെ ആയിട്ട് ഹൈ റേഞ്ച് ഏറിയയും അതോടൊപ്പം തന്നെ പുഴകളൊക്കെ തന്നെ ചേരുന്ന അതിസുന്ദരമായ പ്രദേശങ്ങളാണ്. പക്ഷെ നാട്ടുകാർക്ക് പലർക്കും അറിയില്ല ഇത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഇത് കാണുക. അതോടൊപ്പം തന്നെ ഇരിട്ടിയുടെ സുന്ദരമായ പ്രദേശങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളായിട്ട് വരിക. ഓക്കെ, ടൂറിസം പ്രൊമോഷൻ തീർച്ചയായും ഇരിട്ടിയിലെ ജനതയ്ക്ക് വലിയൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് തീർച്ചയായും ഇത്തരം കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇരിട്ടിയെ ടൂറിസ്റ്റ് ഹബ്ബായി മാറ്റിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ടയും അതോടൊപ്പം തന്നെ അവിടെയൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇരിട്ടിയിലെ ടൂറിസം മേഖലയെക്കുറിച്ചും ഒരു പ്രചരണം നടത്തുകയാണെങ്കിൽ, ഇതോടൊപ്പം തന്നെ യൂട്യൂബും അതുപോലെയുള്ള മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലൊരു പ്രചാരം ലഭിക്കുകയാണെങ്കിൽ ഇരിട്ടി തീർച്ചയായും ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറുക തന്നെ ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.